ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന. അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം നോക്കിയത്. ഇവിടെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു 4-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട്. അവിടെ എന്ത് കരുണ ലഭിച്ചിട്ടാണ്? ദൈവത്തിന്റെ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാൻ കാരണം 3-ാം അധ്യായത്തിലെ ആ തേജസ്സേറിയ ആ പുതിയ നിയമ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിന്റെ കരുണയാലാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ സത്യവചനം യഥാർത്ഥമായി ഞങ്ങൾ സംസാരിക്കും, അതിൽ മായം ചേർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. 3-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. അതിന് കാരണം കൂടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങള് ആ സുവിശേഷത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടോ അല്ല മറഞ്ഞിരിക്കുന്നത്. അത് മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. അത് മറഞ്ഞിരിക്കാൻ കാരണം എന്താണ്? 4-ാം വാക്യം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറയുന്നു. നമ്മൾ ആ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അവിടെ നാം പഠിച്ചു, അവിടെ സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ കാരണം ഈ ലോകത്തിന്റെ ദൈവം വിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയതിനാലാണ് എന്ന് പറഞ്ഞു. നമ്മൾ കുറച്ച് വിശദീകരണമൊക്കെ അവിടെ ചെയ്തായിരുന്നു. അവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ആ കുരുടാകുന്ന? ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ സാത്താന്. താൻ ഈ ലോകം തൻ്റെതാണെന്ന് അവകാശപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് സാത്താനെ പറയുന്നു. അത് തന്നെയല്ല, ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്നവരുടെ മനുഷ്യർ, ദൈവത്തെ വിശ്വസിക്കാത്തവരുടെ മനസ്സിനെയും ചിന്താഗതികളെയും അവരുടെ ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സാത്താൻ ആയതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുട്ടാക്കി വെച്ചിരിക്കുക എന്ന് അങ്ങനെ അർത്ഥം അല്ലാതെ തന്നെ നമുക്ക് അത് ഇരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്തിനാണ് ഇരുട്ടാക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പ്രകാശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുട്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കാർക്കും ഇരുട്ടെന്ന് തോന്നുകയില്ല. കാരണം അവരുടെ ചിന്താഗതികൾ ഈ ലോകത്തിന്റെ ചിന്താഗതികൾ ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ചിന്താഗതികളിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ തിരക്കുകളിലേക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തിനെയും എൻഗേജ് ചെയ്ത് വെച്ചിട്ട് ദൈവിക കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുത്തുന്ന ഒരവസ്ഥയാക്കി തീർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. ശരിയാ, ദൈവത്തിന്റെ ആ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാനാണ് ഇരുട്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ലോകത്തിന് അവർ ഇരുട്ടായിരിക്കുകയല്ല. ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെയും എത്തിപ്പിടിക്കണമെന്നുള്ള ചിന്തകളിലേക്ക് മനുഷ്യൻ പോയി വരുന്നു. കാരണം എനിക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നേടാം, എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് എന്തൊക്കെ സമ്പാദിക്കാം, ഈ ലോകത്തിൽ ഉന്നതനാകാം എന്നുള്ള ചിന്തകൾ അവരെ ഭരിക്കുന്നതിനാൽ അത് ദൈവിക ചിന്തകൾ അല്ലാത്തത് കൊണ്ട്, അത് ദൈവികമല്ലാത്ത എല്ലാ ചിന്തകളും സാത്താന്യ ചിന്തകളാണ് എന്നാണ് വചനം പറയുന്നത്. നമുക്ക് പറയുവാനും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും, പക്ഷേ ഈ ലോകത്തിൻ്റെതായ ചിന്തകള് ദൈവികമല്ലാത്തതാണെങ്കിൽ അതെല്ലാം സാത്താന്യ ചിന്തകളാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ലോകത്തിന്റെ ചിന്തകളാൽ എൻ്റെ മനസ്സിനെയോ അല്ലെ എല്ലാവരുടെയും മനസ്സിനെ അത് കുരുടാക്കി വെച്ചിട്ട് ദൈവത്തിന്റെ ആ സുവിശേഷം നമ്മൾ പ്രകാശിപ്പാനുള്ള അവസരം ഇല്ലാതാക്കി തരികയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് ദൈവിക കാര്യങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ പക്ഷെ നമ്മെ അതിലേക്ക് വരാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സമയമില്ലാതാക്കി വരുന്നു. അങ്ങനെ ഓരോ ഈ ലോകത്തിന്റെ ചിന്തകളാൽ മനുഷ്യനെ വലയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി എന്ന് പറഞ്ഞത്. എന്താണ് കുരുടാക്കിയത്? ആ ദൈവവചനത്തിന്റെ ആ പ്രകാശനം ലഭിക്കാതിരിക്കാൻ. അത്രയും നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഒരു വാക്കുകൊണ്ട് അവിടെ പറയാനുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം എന്ന് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിന്റെ ആ രീതിയിലാണ് പോകുന്നതുകൊണ്ടാണ് ദൈവപ്രതിമയായ ക്രിസ്തു അവസാനം വന്നത്. എനിവേ നമുക്ക് ആ ദൈവപ്രതിമയായ ക്രിസ്തു എന്നുള്ളതിന്റെ ഒരു വിശദീകരണം മാത്രം നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഇന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം.
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രകാശനം എന്താണെന്ന് പറഞ്ഞു, ഈ ലോകത്തിന്റെ ദൈവം എന്താണെന്ന് പറഞ്ഞു, അവിശ്വാസികളുടെ മനസ്സിനെ എങ്ങനെ കുരുടാക്കി എന്ന് എല്ലാം ഓരോ വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി അവസാനമായിട്ട് ആ വാക്ക് ഉള്ളത് ദൈവപ്രതിമയായ ക്രിസ്തു. ആ ദൈവപ്രതിമയായ ക്രിസ്തു, പ്രതിമ എന്ന് പറയുമ്പോൾ ഇമേജ് എന്ന അർത്ഥമേ ഉള്ളൂ അല്ലെ. ഒരു പ്രതിമ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിന്റെ അല്ലെ ജീവിച്ചിരിക്കുന്ന ഒന്നിന്റെ ഒരു അതേ ഇമേജ് ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നു ദൈവപ്രതിമയായ ക്രിസ്തു. അപ്പം ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ അതേ പ്രതിമയായ ക്രിസ്തു, അതേ ഇമേജായ ക്രിസ്തു എന്നാണ് അതിന്റെ അർത്ഥം. കൊലോസ്യർ 1:15 നമുക്കൊന്ന് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നുണ്ട് അല്ലെ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നുണ്ട്. കൊലോസ്യർ 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രതിമ, ആ ദൈവത്തിന്റെ അതേ ആ ഇമേജ് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. കൊലോസിയർ 2:9 എടുക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ വായിച്ചു വിടാം. ഒറ്റ വാക്യങ്ങൾ മാത്രമേ നാം വായിക്കുന്നുള്ളൂ. കൊലോസിയർ 2:9 പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പം ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എന്താ? യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു അല്ലെ. അതല്ലേ ഇത് പറയുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ അതേ ഇത് തന്നെയാണ്, വാക്യം തന്നെയാണ് ഇത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ ആ അതേ പ്രതിമ നമ്മൾ ഹീബ്രൂസ് 1:3 പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. ഹീബ്രൂസ് 1:3. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ആ ബാക്കി പറയേണ്ട. നമുക്ക് ആ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, അപ്പൊ ദൈവ പ്രതിമയായ ക്രിസ്തു എന്ന് പറയുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ വരുന്നതിനു മുമ്പേ ആ ദൈവത്തിന്റെ അതേ തേജസ്സോടുകൂടെ ആയിരുന്നു സ്വർഗത്തിലായിരിക്കുന്നത്. ഇപ്പോഴും അതേ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ലോകത്തിലേക്ക് വന്ന യേശു, ദേഹരൂപമായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു ആ തന്റെ തേജസ് അല്പനേരത്തേക്ക് മാത്രം ഒന്ന് ഒഴിഞ്ഞു വെച്ച് ഈ ലോകത്തിലേക്ക് വന്നു അല്ലെ. അതല്ലേ നമ്മൾ ഫിലിപ്പീൻസ് 2:6-7 പറയുന്നത്. ഫിലിപ്പീൻസ് 2:6-7 ഞാൻ വായിച്ചു വിടാം, നമുക്ക് അറിയാവുന്ന വാക്യമാണ്, കുറച്ച് നാളായി വായിച്ചിട്ട്, അതുകൊണ്ടൊന്ന് വായിച്ചിടാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പം ആ ദൈവരൂപത്തിലായിരുന്നവൻ അല്പനേരത്തേക്ക് തന്റെ ആ തേജസ് ഒന്ന് മാറ്റിവെച്ച് ഈ ലോകത്തിലേക്ക് വന്ന് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു അല്ലെ. വചനം ജഡമായി തീർന്ന ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ അതേ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പൊ അവിശ്വാസി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നസ്രയത്തിൽ ജനിച്ച മറിയയുടെ മകൻ എന്നൊക്കെയാ പറയുന്നത് അല്ലെ, അല്ലെങ്കിൽ ക്രൂശിൽ പരാജയപ്പെട്ട ഒരു ക്രിസ്തു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ മൂടുപടം മാറിക്കിട്ടിയ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിനും അത് മറിയയുടെ മകനല്ല അല്ലേ, അത് ആരാ? നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ് അല്ലെ. നമ്മെ വീണ്ടെടുക്കാനായി ഈ ലോകത്തിൽ വന്നതും നമ്മെ വീണ്ടെടുത്ത് ഇപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ഇനി മഹിമയോടെ നമ്മെ ചേർക്കാനായി വീണ്ടും വരികയും ചെയ്യുന്നവനായ ക്രിസ്തു അല്ലെ. തീമത്യോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഷയുണ്ട്, ഞാൻ വായിക്കാം. 1 തീമത്യോസ് 6:15-16. ധന്യനായി ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യനാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്ന് പറയുന്നുണ്ടല്ലേ. എത്രത്തോളം തേജസ്സുള്ള കർത്താവ് നമ്മെ രക്ഷിക്കാനായി
നേരത്തേക്ക് തന്റെ തേജസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഇനി നമ്മെ വീണ്ടെടുപ്പാൻ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ തന്റെ ആ മഹത്വമുള്ള തേജസ്സോട് കൂടിയായിരിക്കും വരുന്നത്. അപ്പോൾ നാം അവനിരിക്കുന്നത് പോലെ കാണുമെന്ന് 1 യോഹന്നാനിൽ പറയുന്നു. നാം അവനിരിക്കുന്ന പോലെ കാണേണ്ടതാകൊണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം, ആ രക്ഷകന്റെ സുവിശേഷം ശോഭിപ്പിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. ഇനി ആ കൊലോസ്യർ 1:16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് സഭയുടെ തലയായ ക്രിസ്തു എന്നും ക്രിസ്തുവിനാൽ ദൈവം നമ്മെ നിരപ്പിച്ചെന്നും ആ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു വിട്ടിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. കൊലോസ്യർ 1:16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വായിച്ചു വിടാം. വായിച്ചു വിടുന്നതിന് കാരണമുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളെക്കാളും എന്റെ വാക്കുകളെക്കാളും ശക്തിയാണ് ഈ ദൈവവചനത്തിന്. ഈ ദൈവവചനം നമ്മൾ കൂടുതൽ കേൾക്കുന്നവരും നമുക്ക് അനുഗ്രഹമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ വചനങ്ങൾ വായിക്കുന്നത്. വായിക്കാം. കൊലോസ്യർ 1:16 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരവുമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാവുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവിശ്വാസികൾക്ക് നസ്രയത്തിൽ ജനിച്ച ഒരു തച്ചൻ മാത്രമായിരിക്കുമ്പോൾ തന്റെ മക്കളാകുന്ന നമുക്ക് സകലത്തിന്റെയും ഉടയവനായ ക്രിസ്തു. നമുക്ക് 19, 20 വായിക്കാം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും ദൈവത്തിന് പിതാവിന് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം 1:26-27 വാക്യത്തിലൊക്കെ പറയുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഈ തേജസ്സേറിയ ക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നെന്നാ പറയുന്നത്. ഒരു യുദ്ധക്കളത്തിൽ ഒരു പടയാളി പോരാടുന്നത് പോലെയുള്ള ഒരു പോരാട്ടമാണ്. അതുകൊണ്ടല്ലേ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. ആ ഒരു യുദ്ധക്കളത്തിലെ ഒരു പോരാട്ടം പോലെയാണ് സുവിശേഷം അറിയിക്കുന്നത്. ഞങ്ങൾ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറയുന്നത്. വായിക്കാം. കൊലോസ്യർ 1:26 മുതലുള്ള വാക്യങ്ങൾ. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. സുവിശേഷം അറിയിക്കുന്നതിൽ പൗലോസിന്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഇഷ്ടമാണ് പറയുന്നത്. പോരാ ഒരു ഓട്ടക്കളത്തിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു യുദ്ധക്കളത്തിൽ ഒരു പടയാളി പോരാടുന്നത് പോലുള്ള പോരാട്ടമാണ് താൻ സുവിശേഷം അറിയിക്കുന്നത്. കാരണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഒക്കെ മനസ്സ് കുരുടാക്കി വെച്ച് താനും ഒരിക്കൽ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, കുരുടായ അവസ്ഥയിലായിരുന്നു. ദൈവം തന്നെ ആ ക്രിസ്തുവിന്റെ സുവിശേഷം ഉള്ളിൽ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് താൻ ആ ക്രിസ്തുവിനെ അറിയാൻ ഇടയായി തീർന്നത്. ആ മഹത്വമേറിയ ശുശ്രൂഷയെ കുറിച്ച് ബോധവാനായിരുന്ന താനെ മറ്റുള്ളവരെയും ആ ക്രിസ്തുവിങ്കലേക്ക് ആനയിക്കാനായിട്ട് താൻ ഒരു യുദ്ധത്തിൽ ഒരു പടയാളി പോരാടുന്നത് പോലെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, അത് വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തു എന്നത് നിത്യജീവനാണ്, വിശ്വസിക്കാത്തവർക്ക് അത് ന്യായവിധിക്കും കാരണമായി തീരുന്നുണ്ട്. അപ്പം വിശ്വസിക്കുന്ന നമ്മൾ അത് നിത്യജീവനായി പരിണമിക്കുന്നു, അല്ലെ? അപ്പൊ ദൈവപ്രതിമയായ 4:4 നമുക്ക് വായിക്കാം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നുമത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
അപ്പം പൗലോസ് പറയുകയാണ്, ഞങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെയല്ല ഉയർത്തുന്നത്, ഞങ്ങൾ ക്രിസ്തുവേശുവിനെയാണ് ഉയർത്തുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ വചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്നത് തങ്ങളെ തന്നെ, ആ പോഡിയത്തിൽ നിൽക്കുന്നവർ തങ്ങളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നതല്ലേ. ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന് പകരം തങ്ങളെ തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ തങ്ങളെ തന്നെ ഉയർത്തുന്നത്? അത് തങ്ങൾ പോയ സ്ഥലത്തെ കഥകളും അല്ലെങ്കിൽ തങ്ങൾ ശുശ്രൂഷ സമയത്ത് ഉണ്ടായ രോഗസൗഖ്യവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അല്ലെ, ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ കിട്ടിയാൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേച്ച് അത് അവസാനിപ്പിച്ചേച്ച് കുറെ സ്റ്റോറികളും ഒക്കെ പറഞ്ഞ് അതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇരിക്കുന്ന എന്തിനാ അത് അങ്ങനെ പറയുന്നത്? അത് എന്നെ തന്നെ ഉയർത്തുകയാ. ഞാനത് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കയ്യടി വാങ്ങാനാണ്. അത് മറ്റുള്ളവർ അത് ആസ്വദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെയും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയേ ചെയ്യുന്നുണ്ട്. സത്യവചനമൊക്കെ പ്രസംഗിക്കാൻ ആദ്യമൊക്കെ തുടങ്ങുന്ന ഒരു സത്യവചനം പ്രസംഗിക്കും, കുറെ കഴിയുമ്പോൾ മനുഷ്യരുടെ എന്താ പറയുക, അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവരിൽ നിന്ന് കയ്യടി വാങ്ങാനായിട്ട്, ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിയുമ്പോൾ കയ്യടി വാങ്ങാനായിട്ട്, അത് എന്താ പറയുക, സെൽഫ് അഡ്മിറേഷൻ അല്ലേ, തന്നെത്താൻ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുക, തന്നെത്താൻ കയ്യടി വാങ്ങാനായിട്ട്. നമ്മളാണേലും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ല കാര്യം പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും അല്ലെ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അപ്പം അവര് ജനത്തിന് ആവശ്യമുള്ളതിന് പകരം കൊടുക്കുന്നത് ജനത്തിന് ഇഷ്ടമുള്ളതാ കൊടുക്കുന്നത്. എല്ലാവരും അത് ആഗ്രഹിക്കുന്ന അല്പസമയത്തേക്ക് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഭാരങ്ങളും പ്രയാസങ്ങളും അല്ല, അല്പസമയത്ത് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ, ഒരു തമാശയൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു തമാശകളൊക്കെ നമുക്കും ഒരു സന്തോഷമുണ്ട്, അതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയാ പലരും വരുന്നത്. അപ്പം മനുഷ്യർക്ക് ഇഷ്ടമുള്ളതാ കൊടുക്കുന്ന, മനുഷ്യന് ആവശ്യമുള്ളതല്ല കൊടുക്കുന്നതല്ലേ. ആവശ്യമുള്ളത് കൊടുക്കുന്നതിന് പകരം ഇഷ്ടമുള്ളതിനെ കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോഴുള്ള പുൾപ്പറ്റുകളിൽ നിന്നെല്ലാം നാം കേൾക്കുന്നത്. നമുക്കറിയാം, അത് ഒരു തങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കഥകളോ അല്ലെങ്കിൽ അതിന്റെ കൂടെ ചേർക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് പക്ഷെ അതൊരു പ്രൊപ്പോഷണൽ ഒരു ആനുപാതിക അവസ്ഥയിലായതിന് അത് പ്രൊപ്പോഷണൽ ആയിരിക്കണം അല്ലെ. പക്ഷെ നമുക്കറിയാം, സൂപ്പിനകത്ത് ഉപ്പ് ആവശ്യമാണ്, പക്ഷെ ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് കൂടിപ്പോകാതെ ശരീരത്തിന് ദോഷകരമാണ്. അതുകൊണ്ട് ഈ സാധനങ്ങൾ വചനത്തെക്കാളും കൂടുതൽ കൂടിപ്പോകുമ്പോൾ അത് നമ്മുടെ ആത്മീകമായ വളർച്ചയ്ക്ക് അത് ദോഷം ചെയ്യും. നമ്മൾ ആത്മീകമായി വളരുന്നതിന് പകരം നമ്മെ താഴോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകത്തിലേക്ക് പിന്നെയും നമ്മെ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വക്രതയും കോട്ടവുമുള്ള, അത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഒന്ന്, വക്രതയും കോട്ടവുമുള്ളവർ ഉള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദരായി ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജോസുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. പക്ഷെ ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാ ജോസുകളെ പോലെ പ്രകാശിക്കുന്നത്? ഉയരത്തിലുള്ളതിനെ മാത്രം അന്വേഷിക്കുകയും ഉയരത്തിലുള്ളതിനെ മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, ഈ ലോകം ആഗ്രഹിക്കുന്ന രീതിയിൽ ശോഭിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മെ വിളിച്ച വിശ്വസ്തനായ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആകുവാൻ കഴിയണമെങ്കിൽ നാം ഈ ലോകത്തിലെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരുവാനായിട്ട് കഴിയണം. അപ്പം ഇവിടെ എന്നിട്ട് പറയുന്നു, ഇവിടെ ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവ് എന്ന് പറയുന്നു. അപ്പം ഞങ്ങളെ ഉയർത്തുകയല്ല, ക്രിസ്തുവേശുവിനെ കർത്താവ് എന്ന് ഉയർത്തുകയാണ് പറയുന്നത്. യേശു എന്നാൽ രക്ഷകൻ എന്നല്ലേ അർത്ഥം. അപ്പൊ ഞങ്ങളെ രക്ഷിച്ച ദൈവത്തെ, രക്ഷകനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. യേശു എന്ന രക്ഷകൻ എന്നാണോ അർത്ഥം? ബാക്കി നമുക്കൊന്ന് വായിച്ചു വിടാം. മത്തായി സുവിശേഷം 1:20-21 വാക്യങ്ങൾ. മത്തായി 1:20-21. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായ, ആർക്ക്? യോസഫിനെ, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ മനുഷ്യരെ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. അപ്പം രക്ഷകൻ എന്ന് പറഞ്ഞ പാപങ്ങൾ, യേശു എന്ന് പറഞ്ഞാൽ
പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നവൻ, അതുകൊണ്ടാണ് രക്ഷകൻ. അപ്പൊ ഞങ്ങളെ യേശുവിനെ ഞങ്ങൾ കർത്താവ് എന്ന് പറയാം. അപ്പൊ ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ. പക്ഷെ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഇടയിലുള്ള ഉപദേഷ്ടാക്കന്മാരെല്ലാം തങ്ങളെ തന്നെ കർത്താവ് എന്ന് പറയുകയാണ് ചെയ്യുമ്പോൾ, ഇവിടെ പറയുകയാണ് ഞങ്ങൾ കർത്താവ് എന്ന് പറയുകയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിനെ കർത്താവായി നാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കർത്താവിനെ അത് കർത്തൃത്വം കൊടുക്കുക എന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ കർത്താവിനെ ഇരുത്തുക എന്നുള്ളതാണ് കർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പം ഞങ്ങളെ തന്നെയല്ല, ഞങ്ങളെ ഉയർത്തുന്നില്ല. ഞങ്ങളെ ഉയർത്തിയാൽ ഞങ്ങൾക്ക് യേശുവിനെ കർത്താവ് എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അത് ഞങ്ങൾ യേശുവിനെ കർത്താവ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മളും പറയേണ്ടതും അല്ലെങ്കിൽ നമ്മൾ അനുവദിക്കേണ്ടതും ക്രിസ്തുവിനെ, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ചില മേഖലകളിലൊക്കെ നമ്മളങ്ങ് ഒഴിച്ചിട്ടേക്കുമല്ലേ, ആ മേഖലകളല്ല, എല്ലാ മേഖലകളിലും യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുകയും കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവരാജ്യം മഹത്വപ്പെടുത്തുകയുള്ളൂ. അവരുടെ ഇടയിലെ എന്താ പറയുക, കള്ള ഉപദേഷ്ടാക്കന്മാർ എല്ലാവരും, ദുരുപദേഷ്ടാക്കന്മാർ എല്ലാവരും തങ്ങളെ തന്നെ പുകഴ്ത്തുകയും തങ്ങൾക്ക് ആകേണ്ട രീതിയിൽ അവര് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ കർത്താവ്, ഞങ്ങളെ തന്നെയല്ല, ഞങ്ങൾ യേശുവിനെ കർത്താവെന്നും ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാർ എന്നുമാണ്, അല്ലെങ്കിൽ ദാസന്മാർ എന്നുമാണ് പറയുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലന്റെ ആ ജീവിതത്തിലെ ആ ശുശ്രൂഷയുടെ ഏകവും പരമവുമായ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെയും ഏകവും പരവുമായ ലക്ഷ്യം ക്രിസ്തുവിനെ ഉയർത്തുക എന്നത് തന്നെ ആയിരിക്കണം. യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ പ്രസംഗിക്കുന്നത്. ദാസൻ എന്നാൽ എന്താ അർത്ഥം? ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വന്നവരാണ്. ഞങ്ങൾ നിങ്ങളെക്കാൾ ഒട്ടും ഉയർന്നവരല്ല. ഞങ്ങൾ നിങ്ങൾക്ക് ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. ആരുടെ നിമിത്തമാണ്? യേശു നിമിത്തം. അപ്പൊ ഞങ്ങളെ വിളിച്ച നാഥനും അങ്ങനെയാണ് പറഞ്ഞല്ലേ, നിങ്ങൾ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല, നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്ന് പറയുന്നുണ്ട് അല്ലെ. എവിടെയാ പറയുന്നത്? മർക്കോസിന് സുവിശേഷം 10:43 വാക്യം. മർക്കോസിന്റെ സുവിശേഷം 10:43 വാക്യം. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയരുതേ, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ്. അത് കർത്താവിന്റെ വാക്കുകളാണ്. അപ്പൊ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളും ഞങ്ങളെ തന്നെയല്ല ഉയർത്തുന്ന, ക്രിസ്തുവിനെ കർത്താവെന്ന് ഉയർത്തുകയാണ്. അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, തങ്ങളെ വിമർശിക്കുന്ന ഒരു കൊരിന്ത്യരോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെ ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ പൗലോസ് ഇപ്പൊ അവരോട് പറയുവാണ്, ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ്. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:15 വാക്യം 1 കൊരിന്ത്യരിലാണ് അത് പറയുന്നത്. വായിക്കാം. 1 കൊരിന്ത്യർ 4:15. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ച. അവിടെ താൻ പിതാവണെന്ന് പറഞ്ഞിട്ടാ ഇപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്ന് പറയുകയാണ്. പൗലോസിനെ ഒട്ടും അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. എല്ലാവർക്കും അല്ല, ഒരു ചെറിയൊരു കൂട്ടത്തിന് മാത്രം പൗലോസിനെ അംഗീകരിക്കാൻ കാര്യം ബുദ്ധിമുട്ടുള്ളപ്പോൾ, അല്ലെങ്കിൽ പൗലോസിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവരോട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദാസന്മാരായിട്ട് ഇരിപ്പാനാണ്, അതിൽ നിങ്ങൾക്ക് ശുശ്രൂഷക്കാരായിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ തെസ്സലോനിക്ക ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന ഘനത്തോടെ ഇരിപ്പാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ടായിട്ടും ഞങ്ങൾ അത് പ്രയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. 1 തെസ്സലോനിക്ക 2:6-7. 1 തെസ്സലോനിക്ക 2:6-7.
ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടിരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും താൻ തന്റെ അപ്പോസ്തോലൻ എന്ന ആ ഒരു പദവി ഒരിക്കലും എടുത്തിരുന്നില്ല. എല്ലാവരുടെയും ആ ഒരു ശുശ്രൂഷക്കാരനായിട്ട് നിന്നുകൊണ്ട്, ഈവൻ നമുക്കറിയാം കൊരിന്ത്യയിൽ പൗലോസ് അപ്പോസ്തലൻ 1.5 വർഷക്കാലം ശുശ്രൂഷിച്ചെങ്കിലും അവിടെ അവരോടുകൂടെ ചേർന്ന് കൂടാരപ്പണി ചെയ്ത് ആ ഒരു ജീവിച്ച പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 12 6 മുതലുള്ള വാക്യങ്ങൾ താൻ പറയുന്നുണ്ട്, പ്രശംസിപ്പാൻ വിചാരിച്ചാലും ഞാൻ മൂഢനാകയില്ല, സത്യമല്ലോ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ പ്രശംസിപ്പാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് 1 കൊരിന്ത്യർ 2 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ ആ ഒരു വൈഭവം കൂടാതെ വന്നേന്ന് പറയുന്നുണ്ട്. അത് മാത്രം നമുക്കൊന്ന് വായിച്ചു വിടാം. 1 കൊരിന്ത്യർ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ, വായിച്ചു വിട്ടാൽ മതി. ഓക്കെ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിനും മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും ആ അപ്പോസ്തലൻ എന്ന ആ ഒരു പദവി നിങ്ങളുടെ ഇടയിൽ പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്, ഞങ്ങൾ നിങ്ങൾക്ക് ദാസന്മാരായിരിക്കും. ഞങ്ങളെ വിളിച്ച നാഥൻ ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ നിങ്ങൾ മുമ്പനാലെ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ലോകത്തിൽ ദാസന്മാരായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും അവന്റെ മാതൃക, അവൻ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു മാതൃക ഞങ്ങൾ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. ഞങ്ങളും നിങ്ങളുടെ ഇടയിൽ ഒരു ദാസനെ പോലെയാണ് പെരുമാറിയെന്ന് പറയുന്നു. നമുക്കൊന്നുകൂടെ വായിക്കാം. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പം ഞങ്ങൾ ക്രിസ്തുവിനെ കർത്താവെന്ന് ഉയർത്തിയാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഏകവും പരമവുമായ ലക്ഷ്യം എന്നവിടെ പറയുന്നു. ഞങ്ങൾ യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളെ ദാസന്മാർ എന്നും എണ്ണുന്നു. നമുക്കിനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 4:6 നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ് ഇതല്ലേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞാനത് POC ബൈബിളിലെ വാക്യം ഒന്ന് വായിക്കാം. അന്ധകാരത്തിൽ നിന്നും പ്രകാശമുദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിന്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ വാക്കുകളിലേക്കും പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മൾ ഈ വേർഡ്സ് ബൈ വേർഡ്സ് പഠിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും വിടാതെ പഠിക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളിച്ച ദൈവം, അപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിച്ചു. അപ്പം പോൾ പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആ ഉളവായി വന്ന വെളിച്ചത്തോട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉളവായി വന്ന ആ വെളിച്ചത്തോട് താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദിയിൽ അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ ആ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വെളിച്ചമുണ്ടായി. അപ്പൊ ആദിയിൽ പ്രപഞ്ചത്തിൽ ആ വെളിച്ചം കൽപ്പിച്ചുണ്ടാക്കിയ
ആ ദൈവം തന്നെയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിലും ആ വെളിച്ചം പരത്തുന്നത്, അല്ലെ വെളിച്ചം ഉണ്ടാക്കുന്നത്, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുന്ന ദൈവം. അപ്പൊ ആദിയിൽ ഇരുട്ടായിരുന്നു എല്ലായിടും, അല്ലെ? ആഴത്തിൽ ഇരുളിന്മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആദിയിൽ ഇരുൾ ഉണ്ടായിരുന്നു. ആ ഇരുട്ടിൽ നിന്ന് ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അന്ധകാരം മാറി വെളിച്ചം ഉണ്ടായതുപോലെ ഓരോ മനുഷ്യ ഹൃദയത്തിലും അന്ധകാരത്തിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ സുവിശേഷത്താൽ വെളിച്ചം ദൈവം പ്രകാശിപ്പിച്ചു. അപ്പൊ ആ ആദ്യ പ്രപഞ്ചത്തിൽ വെളിച്ചം കൽപ്പിച്ചുണ്ടാക്കിയ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലെ അന്ധകാരത്തെ മാറ്റി അവിടെ വെളിച്ചമായി തീരുകയാണ് ചെയ്തത്. അപ്പൊ ഉൽപ്പത്തി 1 ആരംഭത്തിൽ കാണുന്ന അതേ സംഭവം തന്നെയാണ് ആ ദൈവത്തിൽ പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിലും കാണുന്നത്. അപ്പൊ ഉൽപ്പത്തിയിലെ ആദ്യത്തിൽ നാം കാണുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് ഒരു മനുഷ്യന്റെ പുനർസൃഷ്ടിയിലും കാണുന്നത്. അപ്പം എങ്ങനെയാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവം മനുഷ്യനെ തേജസ്സുള്ളവനായി തന്നെയാണ് സൃഷ്ടിച്ചത്. എങ്കിലും പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെട്ട് ഇരുളിലായി തീർന്നു. അങ്ങനെയിരിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നതും നമുക്ക് രക്ഷകനായി തീർന്നതും. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും, യേശുവിനെ അറിയാത്തവരെല്ലാം അന്ധകാരത്തിന് കീഴിലാണ്. ആ അന്ധകാരത്തിൽ ആദ്യം ദൈവം പറഞ്ഞു അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ വെളിച്ചം ഉണ്ടായതുപോലെ ദൈവമാണ് പുതിയ സൃഷ്ടിയിലും വെളിച്ചം പരത്തുന്നത്. അപ്പൊ ആദ്യ സൃഷ്ടിയിൽ ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചം ഉണ്ടായി തീർന്നു. പക്ഷെ പുതിയ സൃഷ്ടിയിൽ വരുമ്പോൾ ദൈവം വെളിച്ചമായി നമ്മൾ വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇരുളായിരുന്നു, ഞാൻ നിങ്ങളെ വെളിച്ചമാക്കി. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ ഇരുളിലായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രകാശത്തിലായി തീർന്നു. അപ്പം ആ ഇരുട്ടിലായിരുന്ന നമ്മെ ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്താൽ അല്ലെങ്കിൽ സുവിശേഷത്താൽ ആ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വരികയും നമ്മുടെ ജീവിതം വെളിച്ചമായി തീരുകയും ചെയ്തു. അപ്പൊ അതെങ്ങനെയാ നമ്മൾ വെളിച്ചം പകരുന്നത്? ആദിയിൽ നമുക്ക് കാണുന്നുണ്ട് ഇരുട്ടിന്മേൽ ഇരുട്ടിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സുവിശേഷം അതുപോലെ തന്നെ ആ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സത്യവചനം കേൾക്കാനായിട്ട് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുകയും ആ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ വചനം നമ്മിൽ ജീവനായി അല്ലെങ്കിൽ വെളിച്ചമായി പരിണമിക്കുകയും ചെയ്യുന്നു. ആദിയിൽ ആ ഇരുട്ടിന്മേൽ ആ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്നത് പോലെ തന്നെ ആ സുവിശേഷം പറയുന്നിടത്തെ സത്യവചനത്തോടുകൂടെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ഇരുളായ ജീവിതം വെളിച്ചമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ സത്യ വെളിച്ചം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിന്റെ സത്യ വെളിച്ചം കയറി വരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ സത്യ വെളിച്ചം വന്ന് ഇരുളായ ജീവിതത്തെ വെളിച്ചമാക്കി തീരുകയാണ് തീരുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ പരിജ്ഞാനം ഹൃദയങ്ങളിൽ പ്രകാശിക്കപ്പെടുന്നു. അപ്പം പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിന്റെ ആ സുവിശേഷം മനുഷ്യ ഹൃദയങ്ങളിൽ പ്രകാശിക്കപ്പെടുന്നത്. അപ്പോൾ പറയുന്നു അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രകാശിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പം പൗലോസ് തന്നെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാഹാത്മ്യം പറഞ്ഞ പൗലോസ് പറയുകയാണ്, ആ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം ഈ ലോകത്തിന്റെ മക്കളിൽ പ്രകാശിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ സുവിശേഷം
അല്ലെങ്കിൽ ആ സുവിശേഷം ഞങ്ങൾ അറിയുവാനും ഞങ്ങളുടെ ഹൃദയം, അന്ധകാരത്തിലിരുന്ന ഞങ്ങളുടെ ഹൃദയം പ്രകാശിതമായി തീരുവാനും ഇടവന്നു. പൗൽ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ദൈവത്തിന്റെ സുവിശേഷം പ്രകാശിച്ചു. പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമായിരുന്നു. തന്റെ ജീവിതം എങ്ങനെയായിരുന്നു? താൻ യഹൂദനായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനായി മഹാപുരോഹിതനോട് അധികാരപത്രവുമായി വന്ന് പൊയ്ക്കൊണ്ടിരുന്ന എന്താ പറഞ്ഞ, ഇപ്പം ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നതിൽ അതേ എന്താ പറഞ്ഞ ആ പോരാട്ടമായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട്. ആ പൗലോസിനെ ആ ക്രിസ്തുവിന്റെ വെളിച്ചം വരികയും ആ ക്രിസ്തുവിന് വേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കാൻ ഇടയാക്കി തീർക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിനാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായി തീരുകയും ആ സത്യ വെളിച്ചം തന്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്തു, അല്ലെ? ആ ദിവസം മുതൽ ആ യേശുക്രിസ്തുവിന്റെ മുഖത്തിൽ ഉണ്ടായിരുന്ന പരിജ്ഞാനത്തിന്റെ ആ തേജസ് തന്നിൽ വിളങ്ങുവാനായിട്ട് ഇടയാക്കി തീർന്നു. നമുക്കൊന്ന് വായിക്കാം. പൗലോസ് അപ്പോസ്തലന്റെ ആ ഒരു മാനസാന്തരത്തെ കുറിച്ച് ലൂക്കോസിന്റെ സാക്ഷ്യവും അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യവും നമുക്കൊന്ന് വായിക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം പറയുന്ന 9-ാം അധ്യായത്തിൽ പറയുന്നത് ലൂക്കോസിന്റെ സാക്ഷ്യമാണ് പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തി 26-ലാണ് പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്നത്. ഓക്കെ, വായിക്കാം. പ്രവൃത്തികൾ 9-ന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. പ്രവൃത്തികൾ 9-ന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ, ഏത് മാർഗക്കാരെ? ക്രിസ്തു മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്നൊരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തു എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ ആ ദൈവത്തിന്റെ വലിയ ഒരു വെളിച്ചം തന്റെ ചുറ്റും മിന്നിയും താൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാനായിട്ടും ഇടയായി തീർന്നു. ആ സത്യ വെളിച്ചം താൻ കാണുവാനായിട്ട് ഇടയാക്കി തീർന്നു. ഇനി നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യം ഒന്ന് വായിക്കാം. 26-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞോരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. നമുക്ക് 18-ാമത്തെ വാക്യം വായിക്കാം. അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും, ജാതികളുടെ കണ്ണു തുറപ്പാനും, അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നും പറഞ്ഞു, അല്ലെ? കർത്താവിനെ കണ്ട സമയത്ത് തന്നെ കർത്താവ് പൗലോസിന് പറഞ്ഞു, നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ? അവരെ മനുഷ്യരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും. പൗലോസ് അപ്പോസ്തലൻ പറയുക, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞപ്പം ആ ദൈവത്തിന്റെ വലിയൊരു പ്രത്യക്ഷത ഉണ്ടായ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്, ക്രിസ്തുയേശുവിന്റെ ആ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളിലും പ്രകാശിക്കേണ്ടതിന് ദൈവത്തിന് കൃപ തോന്നി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കൊലോസ്യർ 1:13 പറയുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരം നമ്മെ വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തു എന്ന് പറയുന്നത്. അപ്പൊ ഒരുവൻ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ആ വ്യക്തിയിൽ
വെളിച്ചം കടന്നു വരുന്നു. അപ്പം ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് സത്യ വെളിച്ചത്തിന്റെ പരിജ്ഞാനം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം. അപ്പം ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ആ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. പക്ഷെ പലർക്കും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നെങ്കിലും പലർക്കും ക്രിസ്തു ഇപ്പോഴും ഉണ്ണിയേശു ആണല്ലേ, അല്ലെങ്കിൽ സൗഖ്യദായകനാണ്, അല്ലെ ബാങ്കറാണ്, ഒരു ഡോക്ടറാണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട്. പക്ഷെ രക്ഷകനായിട്ട് കർത്താവിനെ അറിഞ്ഞാൽ മാത്രമേ ആ സത്യ വെളിച്ചം ഉള്ളിൽ പ്രകാശിക്കത്തുള്ളൂ. നമുക്ക് പറയാം കർത്താവ് രോഗം സൗഖ്യമാക്കി എന്നൊക്കെ പറയാം, പക്ഷെ വചനത്തിന്റെ വെളിച്ചം ശോഭിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാർ പോവുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും ചെന്ന് സാക്ഷ്യം പറയും, പക്ഷെ വചനത്തിന്റെ ആ പരിജ്ഞാനം ഉള്ളിൽ വിളങ്ങാനായിട്ട് സാത്താൻ അനുവദിക്കുകയില്ല, അല്ലെ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1 പറയുന്നുണ്ട്, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പം നമുക്ക് അത് വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. എനിക്ക് അടുത്ത വാക്യം കൂടെ തീർക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 1:4, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരെ? ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന് പിടിച്ചടക്കാൻ കഴിയാത്താണ് ക്രിസ്തുവിന്റെ സുവിശേഷം. 9, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് കൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. 12ഉം 13, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്സെ പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞു. ഇരുട്ടിൽ നിന്ന് ആ പാപത്തിലായിരുന്ന ലോകത്തിന് ക്രിസ്തു യേശു വെളിച്ചമായി തീർന്നു, അല്ലെ? അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ആ അത്ഭുത സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത പുരോഹിത വർഗവും ജാതിയും, ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാവുന്നു എന്ന് പറയുന്നു, അല്ലെ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും വിശുദ്ധ പുരോഹിത വർഗവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇരുട്ടിലായിരുന്ന നമ്മെ ദൈവം വെളിച്ചത്തിലാക്കി, ഇരുട്ടായിരുന്നു നമ്മൾ, ദൈവം വെളിച്ചമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. ആ ഉൽപ്പത്തിയിൽ ഇരുട്ടിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രകാശിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ മൂടുപടം മാറ്റി തേജസ്സുള്ള സുവിശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന് അന്ധകാരമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തെ ആ ക്രിസ്തുവേശുവിന്റെ അത്ഭുത സുവിശേഷത്തിലേക്ക് ഞങ്ങളെ വരുവാനായിട്ട് ഇടയാക്കി തീർത്തു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നേ, ഞങ്ങളുടെ അന്ധകാരനും ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി തീർത്തു. കൊലോസ്യ ലേഖനം പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർത്തു. കർത്താവാണ് ലോകത്തിലായിരുന്നപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അന്ധകാരത്തിലായിരുന്നു നമ്മെ ഈ ലോകത്തിന്റെ വെളിച്ചമാക്കി, നമ്മളിൽ വെളിച്ചം പകർന്ന ഈ ലോകത്തിന്റെ വെളിച്ചമാകുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം, എങ്കിലും 47, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എന്നോട് വായിക്കാം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പം ഇതുവരെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് സുവിശേഷം അറിയിക്കാനുള്ള തന്റെ കടമയെ കുറിച്ചായിരുന്നു പറഞ്ഞത്, അല്ലെ? അതിനുശേഷം താൻ പറയുകയാണ്, സുവിശേഷത്തിന്റെ ആ നിക്ഷേപം
ഈ അത്യന്ത ശക്തി എന്നൊക്കെ പലരും പറയുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നൊക്കെ ഉള്ള ചിന്തയിലൊക്കെ ആയിരിക്കും പലരും പറയുന്നത്. ആ വേറൊരു രീതിയിലാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ കേട്ടുള്ളതൊക്കെ അതാണ്. പക്ഷേ ഇവിടെ ആ അത്യന്ത ശക്തി എന്ന് പറയുന്നത് ആ സുവിശേഷത്തിന്റെ അത്യന്ത ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇതുവരെയും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വന്നത് 3-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞത് ആ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ആ ശുശ്രൂഷയിലേക്ക്, പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് തങ്ങളെ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദൈവം ആ ദൈവപ്രതിമയെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ പരിജ്ഞാനം വിളങ്ങാതിരിക്കാൻ ഈ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് താൻ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം തന്നെയാണ് ഈ ക്രിസ്തുവിന്റെ മുഖത്തിലെ ആ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രകാശിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഈ അത്യന്ത ശക്തി എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷമാണ്. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ അത്യന്ത ശക്തി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറയുന്നു, സുവിശേഷത്തിന്റെ ആ നിക്ഷേപം നൽകപ്പെട്ടിരിക്കുന്നത് മാനുഷിക ഉപകരണങ്ങളിലാണ്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലാണ്. ആ മൺപാത്രങ്ങൾക്ക് തുല്യമായ മനുഷ്യ ശരീരത്തിലാണ് ദൈവം ഈ സുവിശേഷം എന്ന അത്യന്ത ശക്തിയുടെ നിക്ഷേപം പകർന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന മൺപാത്രം ബലഹീനങ്ങളാണ്, അല്ലെ? മൺപാത്രം എന്ന് പറയുമ്പോൾ അത് ബലഹീനമാക്കി എപ്പോഴും പൊട്ടിപ്പോകാവുന്ന ഒരു സാധനമാണല്ലേ. അപ്പൊ ആ പൊട്ടിപ്പോകാവുന്ന ബലഹീനമായ മൺപാത്രങ്ങളിലാണ് ഇത്ര വലിയ തേജസ്സുള്ള സുവിശേഷത്തിന്റെ നിക്ഷേപം ദൈവം അല്ലെങ്കിൽ സുവിശേഷ അത്യന്ത ശക്തിയുള്ള സുവിശേഷ പകർന്നിരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, സ്പർജൻ പറഞ്ഞൊരു വാക്കുമുണ്ട്, നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ബലഹീനരാണ്, അല്ലെങ്കിൽ ബലഹീനമായ മൺപാത്രങ്ങളെ പോലെയാണ്, അല്ലെ ചോർച്ചയുള്ള മൺപാത്രങ്ങളെ പോലെയാണ്. ആ ചോർച്ചയുള്ള മൺപാത്രങ്ങളായ നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ അത് ആ ബ്രിമ്മ് വരെയും, അല്ലെ അതിന്റെ വക്കോളം നിറയുവാൻ ദൈവത്തിന്റെ കൃപ മതി, അല്ലെ? ആ ദൈവത്തിന്റെ ശക്തി നമ്മിൽ നിറയുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ ഈ നിക്ഷേപം, ഏത് നിക്ഷേപം? സുവിശേഷം എന്ന നിക്ഷേപം, അല്ലെ? അല്ലെങ്കിൽ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന പരിജ്ഞാനം. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു അല്ലെ? ക്രിസ്തുവിന്റെ സുവിശേഷം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ക്രിസ്തുവേശുവിന്റെ ആ പരിജ്ഞാനം, ക്രിസ്തുവേശു എന്ന മർമ്മം, അല്ലെ? ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നല്ലേ കൊലോസ്യ ലേഖനം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:2. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യ. കൊലോസ്യ ലേഖനം 2:2. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേക സമ്പൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം, നമുക്ക് അത്രയും മതി. ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. അപ്പം ആ നിക്ഷേപം എന്താ? സുവിശേഷം എന്ന നിക്ഷേപം എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു എന്ന ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എന്നിൽ പകർന്നിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നമ്മുടെ നടപ്പിൽ നമ്മെ വീണ്ടെടുത്തത് ആ നിർദോഷവും നിഷ്കളങ്കവുമായ ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ അത്രേ. ആ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, സുവിശേഷത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടു, അല്ലെ? ആ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. അപ്പം ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിന്റെ സുവിശേഷം, അതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന നിക്ഷേപം. അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ നിക്ഷേപമാകാൻ കാരണം? അതിത്ര വലിയ നിക്ഷേപമാകാൻ കാരണം, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും വലുതാകാൻ കാരണം, മനുഷ്യന്റെ പ്രാണന്റെ വിലയേറിയതാണ്. അത് ഈ ലോകത്തിൽ ഉള്ള എല്ലാത്തിനേക്കാളും വിലയേറിയതാണ് മനുഷ്യന്റെ ജീവൻ എന്നുള്ളത്. മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വലുതാണ്. അപ്പൊ ആത്മാവിനെ നഷ്ടമാക്കുന്നതിന്റെ ജീവിതം അർത്ഥശൂന്യമാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യ ജീവിതത്തെ വീണ്ടെടുക്കുന്നതായത് കൊണ്ടാണ് സുവിശേഷം ഇത്രത്തോളം വിലയേറിയതായി തീർന്നത്. ഒന്നുകൂടെ പറയാം,
ആ മനുഷ്യന്റെ ആത്മാവാണ് ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത്. ആ നശിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ ഈ മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചായതുകൊണ്ടാണ് ഈ സുവിശേഷം ഇത്രത്തോളം വിലയേറിയതായി തീർന്നത്. അപ്പം പൗലോസ് പറയുകയാണ്, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഏത് നിക്ഷേപം? ക്രിസ്തു എന്ന പരിജ്ഞാനം. ക്രിസ്തു എന്ന പരിജ്ഞാനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വിളങ്ങുമ്പോഴാണ് അവൻ വീണ്ടെടുക്കപ്പെടുന്നത്. എവിടെ നിന്നും വീണ്ടെടുക്കപ്പെടുന്നത്? പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും വീണ്ടെടുത്ത് ക്രിസ്തുവിലേക്ക് ആയിത്തീരുന്നത്. അപ്പൊ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ സുവിശേഷമായത് കൊണ്ടാണ് ഇത് ഇത്ര വിലയേറിയതായി തീർന്നത്. ആ സുവിശേഷത്തെ ദൈവം, ഇത്ര വിലയേറിയ സുവിശേഷത്തെ ദൈവം പകർന്നിരിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ഒരു പാത്രത്തിലാണ്. അപ്പൊ ഇവിടെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിലാണ്, അല്ലെ മൺപാത്രങ്ങളിലാണ് ഉള്ളത്. അപ്പൊ മനുഷ്യ ശരീരത്തെ പൗലോസ് അപ്പോസ്തലൻ കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. മനുഷ്യൻ ചെറുതാണെന്ന് പറയുകയല്ല, ദൈവത്തിന്റെ കൈവേലയാണ്, അല്ലെ. ദൈവം മനുഷ്യനെ കൈകൊണ്ട് സൃഷ്ടിച്ചാണ്, ദൈവം തന്ന ശരീരമാണ്. അത് കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. ആ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മാഹാത്മ്യം വെച്ച് നോക്കുമ്പോൾ, അല്ലെ ആ തേജസ്സേറിയ സുവിശേഷത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിലും ഏറ്റവും ബലഹീനമാണ് മനുഷ്യന്റെ ശരീരം എന്ന് നോക്കി. അപ്പൊ ആ സുവിശേഷത്തിന്റെ മഹത്വം പരിഗണിച്ചാൽ, അല്ലെങ്കിൽ ആ സുവിശേഷത്തിന്റെ വില മനസ്സിലാക്കിയാൽ മനുഷ്യ ശരീരം വില കുറഞ്ഞതാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ജ്ഞാനം ഒന്ന് നോക്കണം. ഇത്ര വിലയേറിയ ഒരു നിക്ഷേപത്തെ എവിടെയാ പകർന്നു വെച്ചിരിക്കുന്നത്? ഈ ബലഹീനമായ മൺപാത്രങ്ങളിലാണ് ദൈവം പകർന്നു വെച്ചിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ തേജസ്സിനെയും ദൈവത്തിന്റെ പ്രകാശത്തെയും ദൈവത്തിന്റെ വെളിച്ചത്തെയും ദൈവം പകരുവാൻ ഉപയോഗിച്ചത് ഏറ്റവും ബലഹീനമായ ഒരു മൺപാത്രത്തിലാണ്, അല്ലെ. അപ്പം ഭൂമിയിൽ എന്താ പറയുന്നത്, അങ്ങനെ നോക്കിയാൽ, ആ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മാഹാത്മ്യം നോക്കിയാൽ, ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യന് അത് അതിന്റെ ഒരു നിക്ഷേപം വെക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ, അല്ലെ. ആ ദൈവത്തിന്റെ സുവിശേഷം നോക്കിയാൽ, ആ സുവിശേഷന്റെ മഹത്വം നോക്കിയാൽ, നമ്മളിലൊക്കെ ദൈവം പരിജ്ഞാനം വിളങ്ങി തന്നിരിക്കുന്ന ഓർത്താൽ നമുക്ക് എന്ത് വിലയുണ്ട്? ആ വിലയില്ലാത്ത നമ്മളിലാണ് ഇത്രയും മഹത്വകരമായ സുവിശേഷം ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ വെറും മൺപാത്രങ്ങളായിരുന്ന നമ്മൾ ദൈവത്തിന്റെ അത്യന്ത സുവിശേഷത്തിന്റെ പരിജ്ഞാനം വിളങ്ങിക്കാൻ ദൈവത്തിന് കൃപ തോന്നി. നമുക്കറിയാം, അതുകൊണ്ടാ പൗലോസ് പറയുന്നത് 4:1 പറഞ്ഞ, കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുന്നു. ആ സുവിശേഷത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കിയ പൗലോസ് പിന്നെ പെട്ടെന്ന് മൺപാത്രം എന്നാ മനുഷ്യ ശരീരത്തെ പറയുന്നത്. നമുക്ക് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുമ്പോഴേ നമ്മൾ വായിക്കുന്നുണ്ട്. തിമോഥെയോസിന്റെ ലേഖനം നമ്മൾ 2 തിമോഥെയോസ് 2:20 പറയുന്നുണ്ട്, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അപ്പം ഒരു വീട്ടിൽ പല ഉപകരണങ്ങളുണ്ട്. നമ്മൾ എല്ലാ പാത്രങ്ങളും കൈകാര്യം ചെയ്യുന്ന പോലെയാണോ മൺപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്? സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. എന്തുകൊണ്ടാ? അത് പൊട്ടിപ്പോകും. നമ്മള് നാട്ടിൽ നിന്നൊക്കെ ചട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എത്ര സൂക്ഷ്മതയോടെ വെച്ചേക്കുന്നത്, പാത്രത്തിനകത്തിട്ടൊക്കെയാ വെച്ചേക്കുന്നത്, അല്ലെ. അത് പൊട്ടിപ്പോകരുത്. കാരണം നാട്ടിൽ വരെ പോണ്ട ഇനി ഒരു ചട്ടി വാങ്ങിക്കാനായിട്ട്. അതൊരു മൺചട്ടിയാണ്, അത് പൊട്ടിപ്പോകുന്നതാണ്. അതുപോലെയാണ് ദൈവം അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു പൊട്ടിപ്പോകുന്ന പാത്രത്തിലാണ് ദൈവം തന്റെ അത്യന്ത ശക്തിയുള്ള ആ സുവിശേഷത്തെ പകർന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മൺപാത്രം എന്ന് പറയുമ്പോൾ, ആ മൺപാത്രം പൊട്ടിപ്പോകുന്നതാണെങ്കിലും അതിന് വലിയ വിലയുള്ളതൊന്നും അല്ല, അല്ലെ. വിലയേറിയ അതിലും എത്ര മടങ്ങ് വിലയുള്ള പാത്രങ്ങളുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. പക്ഷേ ആ ദൈവം ആ വിലയേറിയ പാത്രങ്ങളിലൊന്നും ബലമുള്ളവനെ ഒന്നും ദൈവം എടുക്കാതെ ബലഹീനമായ ഒരു മൺപാത്രത്തിലാണ് ദൈവത്തിന്റെ അത്യന്ത നിക്ഷേപത്തെ പകർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ ഒരു സുവിശേഷത്തിന്റെ വലിയൊരു തേജസ്സുണ്ട്. ആ തേജസ്സുള്ള ആ സുവിശേഷം നമ്മളിലെ ആ ഒരു പൊട്ടിപ്പോകുന്ന മൺപാത്രങ്ങൾ പോലെയുള്ള മനുഷ്യ ശരീരത്തിലാണ് പകർന്നു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അത്യന്ത തേജസ്സിനെ വില കുറഞ്ഞ
പൊട്ടിപ്പോകുന്ന ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മിക്കവാറും പറയുന്ന ഒരു വാക്യമാണ്. ഇയ്യോബ് പറയുന്നു, മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്, അല്ലെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട് 4-ാം അധ്യായത്തിലെ. വായിക്കാം. ഇയ്യോബ് 4:19-20 ഞാനൊന്ന് വായിക്കാം. ഇവിടെ പറയുന്നുണ്ട്, പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്ന ഒരു ജീവിതം, അല്ലേ? അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്യം 20-ാമത്തെ വാക്യം പറയുന്നത്, ഈ ഇടയ്ക്കാണ് അതിന്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത്. ഞാൻ പറയാം. 4:20, ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ അവ തകർന്നു പോകുന്നു. അപ്പൊ ഉഷസ്സിനും സന്ധ്യയ്ക്കും മധ്യേ തകർന്നു പോകുന്ന ഒരു ജീവിതമാണ് മനുഷ്യ ജീവിതം, അല്ലേ? അതുപോലെ തന്നെ ഇയ്യോബ് 10:9 പറയുന്നു, നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മനഞ്ഞു എന്ന് ഓർക്കണമേ, നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ? അപ്പം പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് വീണ്ടും പൊടിയായി പോകാവുന്നതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രശംസിക്കാനോ പുകഴാനോ ഒന്നുമില്ല. ഏതു നേരവും പൊടി പോലെ ആയി തീരുവാൻ പുഴുവരിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മളെ ഒരു അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ആ ഒരു ഹെരോദാവിനെ കുറിച്ച് പറയുന്നുണ്ട്. താൻ തന്നെ മഹത്വപ്പെടുത്തിയ ഒരു സമയത്ത് ആ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന സമയത്ത് പുഴുവരിച്ചെന്നാ പറഞ്ഞല്ലേ? അല്ലെ? പുഴുവരിച്ചെന്നാ അവിടെ പറയുന്നത്. ഏത് നിമിഷവും പുഴുവരിക്കാവുന്ന ഒരു ശരീരമാണ് നമ്മുടേത്. ഇയ്യോബ് 33:6 പറയുന്നു, ഇതാ നിന്നെ പോലെ ഞാനും ദൈവത്തിലുള്ളവൻ, എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ മണ്ണാണെന്ന്, അല്ലെ? അത് മണ്ണുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ നമുക്ക് ഒന്ന് താഴാനായിട്ട് ഇടയായി തീരും. അപ്പം അവിടെ മണ്ണുകൊണ്ട് തന്നെ നമ്മെ നിർമ്മിച്ചു. ഏതു നിമിഷവും, യോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഏതു നിമിഷവും പൊടിയായി തീരാമെന്ന നമ്മുടെ ആ മൺശരീരത്തിൽ ഒരിക്കലും നശിച്ചു പോകാത്ത സുവിശേഷ നിക്ഷേപം പകർന്നിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഏത് സമയത്തും പൊടിയായി തീരാമെന്ന, ബലഹീനങ്ങളാകുന്ന ആ ചോർച്ചയുള്ള മൺപാത്രങ്ങളായ നമ്മിൽ ഒരിക്കലും നശിക്കാത്ത, എന്നേക്കും നിലനിൽക്കുന്ന ആ സുവിശേഷത്തിന്റെ അത്യന്ത നിക്ഷേപം പകർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി, ഒന്നുകൂടെ വായിക്കാം, ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞ ഈ അത്യന്ത ശക്തി, അപ്പം എന്തുകൊണ്ടാണ് ഇത് അത്യന്ത ശക്തിയുള്ളതാണ് എന്ന് പറയുന്നത്? അവിടെ പറഞ്ഞ ഡൈനാമിക് പവർ ഓഫ് ദ ഗോസ്പൽ. അപ്പൊ ആ സുവിശേഷത്തിന്റെ എന്താ പറയുക, ഡൈനാമിറ്റിന്റെ ഒക്കെ പവർ ഉണ്ടല്ലോ, ബോംബിന്റെ ഒക്കെ ഒരു പവർ ഉണ്ടല്ലോ, അതിനോടാണ് സുവിശേഷത്തിന്റെ ശക്തിയെ ഉപമിച്ചിരിക്കുന്നത്. ഒന്ന് ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ ശിഥിലമായി പോകും, അല്ലെ? അത്ര ശക്തിയുണ്ട് സുവിശേഷത്തിന്. അത് നമ്മൾ വായിക്കുന്ന എവിടെയാ? ഹീബ്രൂസ് 4:12. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യല്ലേ? വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ ഉളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പം ആ സുവിശേഷത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഏതു മീഡിയത്തിലും കടന്നു ചെല്ലുവാൻ കഴിയുന്നതാണ്. നമ്മൾ പണ്ടൊക്കെ പറയുന്ന എക്സ്റേ ആയി ഏറ്റവും വലിയ റേസ് എന്ന് പറയുന്നുള്ളത്, അല്ലെ? ശക്തിയേറെ റേസ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതിലും വലിയ റേസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നിനും മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും അതിനെ ഒന്നും വിവേചിക്കാൻ കഴിയുകയില്ല, അല്ലേ? എത്ര ഹിപ്നോസിസ് ചെയ്താലും അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ ഹൃദയത്തിൽ ചെന്ന് അതിനെ വിവേചിച്ചറിയണമെന്നതിന്റെ ശക്തിയുള്ളത് ദൈവത്തിന്റെ വചനം മാത്രമേ ഉള്ളൂ. ഡൈനാമിക് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ആ സുവിശേഷത്തിന്റെ അത്യന്ത ശക്തി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് പറയുന്നു.
ദൈവം എന്തുകൊണ്ടാണ് ഇത് ഈ അത്യന്ത ശക്തമായ സുവിശേഷത്തെ നമ്മുടെ മൺപാത്രങ്ങളായിരിക്കുന്ന നമ്മൾ പകർന്നത്? എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യനെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇതെന്റെ സ്വന്തം ശക്തിയാലാണ്, അല്ലെ എന്റെ സ്വന്തം കഴിവിനാലാണ് ഇത് ചെയ്തതെന്ന് മനുഷ്യൻ പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദൈവം നമ്മുടെ ഉടഞ്ഞു പോകുന്ന ഏത് സമയം പൊടിയിലേക്ക് ചേരാവുന്ന ഈ ശരീരത്തിലെ ആ ദൈവത്തിന്റെ ഒരിക്കലും നശിക്കാത്ത സുവിശേഷത്തിന്റെ നിക്ഷേപം പകർന്നിരിക്കുന്നത്. അപ്പം അത് പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ വാക്ചാതുര്യമല്ല, അയാളുടെ മഹത്വമല്ല, വാക്കിന്റെ ഗാംഭീര്യമല്ല, അല്ലെങ്കിൽ അത് ആ വാക്കുകൾ കൊണ്ട് പറയാവുന്ന എന്താ പറയുന്നേ, അങ്ങനെയുള്ള ഒരു പ്രാഗൽഭ്യമൊന്നുമല്ല. ദൈവത്തിന്റെ വചനത്താലാണ് സകലവും സാധിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ശക്തി അറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം ആ മൺപാത്രങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം പറയുന്നവർക്ക് അത് എന്താ പറയുന്നേ, പ്രശംസിപ്പാനൊന്നും കാര്യം ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മൺപാത്രങ്ങളിലെ ദൈവത്തിന്റെ അത്യന്ത ശക്തി പറഞ്ഞിരിക്കുന്ന പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ വിലയേറിയ രത്നങ്ങളും ഗോൾഡും ഒക്കെ ആണെങ്കിൽ ആ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അപ്പൊ ആ സുവിശേഷം ആ വജ്രത്തിന്റെയൊക്കെ ആ വില നോക്കിക്കഴിയുമ്പോ ആ വജ്രമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പാത്രം വെറും വില കുറഞ്ഞതാ, അല്ലെ? അതിന്റെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയാണ് ദൈവത്തിന്റെ സുവിശേഷം നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുമ്പോ ആ സുവിശേഷത്തിന്റെ മാഹാത്മ്യം നോക്കിയാൽ നമ്മള് വെറും പൊട്ടിപ്പോകുന്ന പാത്രങ്ങളാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, വലിയ വിഭവ സമൃദ്ധമായ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് അവര് നമുക്ക് വിളമ്പി തന്ന ആ പാത്രത്തെ കുറിച്ച് നമ്മള് അതിനെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, ആ നല്ല വിഭവ സമൃദ്ധമായ ഊണിനെ കുറിച്ചല്ല, ആ പാത്രത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ എന്ത് പറയും അവര്, അല്ലെ? അതുപോലെയാണ് ഏത് സുവിശേഷകനും ദൈവത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് വർണ്ണിക്കാതെ തന്റെ മാഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രശംസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്. അത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ആത്മാവ് സകല നിക്ഷേപങ്ങളെക്കാളും വിലയുള്ളതായതുകൊണ്ട്, ആ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സുവിശേഷം ആയതുകൊണ്ടാണ് അത് ഈ ലോകത്തിലെ ഏറ്റവും മനുഷ്യനും നേടാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് ദൈവം അത് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. അവിടെ പറയുന്നത് ദൈവത്തിന്റെ ദാനം എത്രയാണ്, അതൊരു മനുഷ്യനും വില കൊടുത്തു വാങ്ങുവാനായിട്ട് കഴിയില്ല. അപ്പം വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തെ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ മാഹാത്മ്യമാണ് ഉയരേണ്ടത്. അത് വഹിക്കുന്ന പാത്രത്തിന്റെ മഹിമയല്ല. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ മഹത്വമല്ല, സുവിശേഷത്തിന്റെ മഹത്വമാണ് ഉയരേണ്ടത്. സമയമില്ലെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുത്തിട്ട് 2-3 വാക്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പം ദൈവം എന്തിനാണ് ബലഹീനമായതിനെ തിരഞ്ഞെടുത്തത്? ബലമുള്ളതും ശ്രേഷ്ഠമായതും ഒന്നും ഈ ലോകത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തത്? അല്ല. കാരണം ബലമുള്ളതിനെയും ശ്രേഷ്ഠമായതിനെയൊക്കെ തിരഞ്ഞെടുത്താൽ അതിന്റെ മഹത്വമാണ് പ്രകടമാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്തിൽ കുലഹീനമായതിനെയും നീചമായതിനെയും ഒക്കെ ദൈവത്തിന്റെ സുവിശേഷം പകർന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പം 1 കൊരിന്ത്യർ 1 പറയുന്നു, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രശംസിക്കുന്ന കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിച്ചില്ല, പക്ഷേ ഈ വാക്യം നമുക്ക് ഈ ആഴ്ച തീർക്കാം. ഞാൻ ഒന്ന് വായിച്ചു മാത്രം ഇടാം. 1 കൊരിന്ത്യർ 1-21 മുതലുള്ള വാക്യങ്ങൾ, കുറച്ച് വാക്യം വായിക്കാം. 21. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം, സുവിശേഷത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനം നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ? 31-ാമത്തെ വാക്യം പറയുന്നു, പ്രശംസിക്കുന്നത് കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നതാണ്. കാരണം
നമ്മളല്ല നമ്മളല്ല ഉയരേണ്ടത്, സത്യസുവിശേഷമാണ് ഉയരേണ്ടത്. ആ സത്യസുവിശേഷനാണ് വില, നമ്മൾക്കല്ല വില. അതുകൊണ്ട് പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഗിദെയോൻ, നമ്മള് ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഗിദെയോൻ ഒരു വലിയ സൈന്യത്തെ നേരിടാൻ വേണ്ടി ഗിദെയോൻ ഒരു ചെറിയ ഗ്രൂപ്പുമായി, ഒരു 300 പേർ അടങ്ങുന്ന ഗ്രൂപ്പുമായി പോകുന്നുണ്ട്. അവർ വലിയ എന്താ പറയുക, സന്നാഹങ്ങളോടൊക്കെയാണോ പോകുന്നത്? അവരെന്തുകൊണ്ടാ പോകുന്നത്? ഒരു പന്തവും ഒരു മൺകുടവുമായിട്ടാ പോകുന്നത്, അല്ലേ? മൺകുടവുമായിട്ട് പോയിട്ട് അവർക്കെതിരെ വരുന്ന ഒരു വലിയ സൈന്യത്തെ നേടാനായിട്ട് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് എന്തോ അവര് ചെയ്യുന്നത്? അവര് ആ മൺകുടം ഉടച്ച് അപ്പൊ ആ ജ്വാല പ്രകാശിച്ചു. ആ ജ്വാലയുടെ പ്രകാശം കൊണ്ട് ആ സൈന്യം മുഴുവൻ ഭയചകിതരായി അവർ വിട്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു പ്രകാശം വന്നതുപോലെ, ആ ഒരു കുടമുടച്ച് ആ പ്രകാശം പരത്തുന്നത് പോലെയാണ് ഈ മൺപാത്രങ്ങളായ നമ്മിൽ ദൈവവചനം പ്രകാശിക്കുമ്പോൾ നമ്മുടെ മൺശരീരങ്ങൾ ആ മൺകുടം ഉടയ്ക്കപ്പെടുകയും നാം ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം നമ്മൾ പ്രകാശിക്കാനായിട്ട് ഇടയായി തരും. അപ്പം ഗിദെയോന്റെ ചരിത്രത്തിൽ ആ മൺകുടം ഉടഞ്ഞപ്പോൾ ആ പന്തം പുറത്തേക്ക് പ്രകാശിച്ചതുപോലെ മൺകുടങ്ങളായ നമ്മൾ, അല്ലെ മൺപാത്രങ്ങളായ നമ്മൾ, ദൈവത്തിന്റെ വചനം അത് പ്രകാശിക്കുമ്പോൾ ഈ മൺകുടം ഉടയപ്പെടുകയും എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സെൽഫും ഉടയപ്പെടുകയും നാം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ദൈവം വെളിച്ചമാവുകയും നാം ഈ ലോകത്തിന് വെളിച്ചമായി തീരുകയും ചെയ്യുന്നു. എനിക്കറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മുടെ ആ മൺകുടം ഉടഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ പ്രകാശം ശോഭിക്കത്തുള്ളൂ. അപ്പൊ മൺപാത്രങ്ങളായ നാം തകർക്കപ്പെടണം, സുവിശേഷത്തിന്റെ മഹത്വം ഉയരണം. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു മാത്രം വിടാൻ വായിക്കുന്നില്ല. റോമാലേഖനം 9:15, 16, 20, 21, 24 വരെയുള്ള വാക്യങ്ങളെല്ലാം കർത്താവ് പറയുന്നുണ്ട്. നമുക്ക് കരുണ ലഭിച്ചിട്ടാണ് നമ്മളെ ദൈവത്തിന്റെ മക്കളായി തീരാൻ കാരണമായി തീർന്നത്. എന്താ പറയുന്നത്? നമ്മളെ ആ ഒരു കോപപാത്രങ്ങളായിരുന്ന നമ്മെ ദൈവം കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ ഒരു വാക്യം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്കിവിടെ നിർത്താം. ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ വച്ചിരിക്കും. ഞാൻ വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഉള്ളത്. അപ്പം ബലഹീനമായ മനുഷ്യ ശരീരത്തിലെ ഈ ലോകത്തിലെ എല്ലാത്തിനേക്കാളും വലുതായ ഈ അത്യന്ത മഹത്വകരമായ തേജസ്സേറിയ സുവിശേഷം ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നു. നമുക്ക് എന്ത് വിലയുണ്ട്? ഒരു വിലയുമില്ല. ആ നിക്ഷേപം നമ്മൾ പകരുവാൻ തോന്നിയ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കും കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഇവിടെ ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച ബാക്കി പഠിക്കാം. ദൈവത്തിന്റെ കൃപയെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ